Voyage. ഇന്ന് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷാംപൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അലോവേറയും വേറെ നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഷാംപൂ ആണിത്. നമ്മുടെ ഹെയർ ഫോളിന് പല കാരണങ്ങളുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന ഷാംപൂ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇന്നിവിടെ നമ്മൾ ഈ ചെയ്യുന്ന ഒരു ഷാംപൂ യൂസ് ചെയ്യുവാണെങ്കിൽ ഹെയർ ഫോളിനും വളരെ കുറവുണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു ഷാംപൂ യൂസ് ചെയ്തിട്ട് മുടിയൊക്കെ കഴുകി വന്നതാണ്. ഓയിൽ മസാജ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ഷാംപൂ അപ്ലൈ ചെയ്തത്. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും മുടി നന്നായിട്ട് ഓയിലൊക്കെ പോയിട്ടുണ്ട്. മുടി നല്ല സോഫ്റ്റും ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ അലോവേര ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡ്രൈനെസ് ഒന്നുമില്ല, മുടി നല്ല സോഫ്റ്റും ആണ്. അപ്പൊ ഈ ഒരു ഷാംപൂ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ നാച്ചുറൽ ഷാംപൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അലോവേരയുടെ ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കഴുകി എടുത്തുകൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പം ഇതിൽ നിന്ന് ഒരു മഞ്ഞക്കറ ഇതുപോലെ ഊറി ഇറങ്ങി വരുന്നുണ്ട്. ഇത് ഈ അലോവേരയുടെ ഉള്ളിൽ ഒരു അലോയിൻ എന്ന് പറഞ്ഞിട്ടൊരു കെമിക്കലുണ്ട്. അതാണ് ഈ പുറത്തേക്ക് ഊറി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഫേസ് പാക്കോ ഷാംപൂ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു കറ കളഞ്ഞതിന് ശേഷം വേണം അലോവേര ഉപയോഗിക്കാനായിട്ട്. ഇത് കളയാതെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലൊക്കെ ഒരു റാഷ് പോലെയോ അല്ലെങ്കിൽ കടിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു അലർജി പോലെയൊക്കെ വരാം. അപ്പോൾ ഈ ഒരു കറ കളയാനായിട്ട് നമുക്ക് ഈ ലീഫ് ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെക്കാം. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഇതിലെ കറയൊക്കെ പോയി എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്കിത് വെച്ച് ഷാംപൂ ഉണ്ടാക്കാം. ഇപ്പോൾ ഈ അലോവേറ ലീഫ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് 1 മണിക്കൂറായി. ഇപ്പോൾ ഈ വെള്ളം ഇപ്പോൾ കണ്ടില്ലേ, നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. ഈ ലീഫിൽ നിന്നുള്ള കറയൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ ലീഫിൻ്റെ അറ്റത്തുള്ള ഇത്രയും ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൻ്റെ സൈഡിലുള്ള മുള്ളുകൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സ്കിന്നൊന്ന് നമുക്ക് പീൽ ചെയ്തെടുക്കാം. ഇതിന് പകരം കത്തിയും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ കടയിൽ നിന്ന് അലോവേറ ലീഫ് വാങ്ങുന്ന സമയത്ത് വലിയ ലീഫാണ് കിട്ടാറുള്ളത്. അങ്ങനെയുള്ളത് ഇങ്ങനെ ഇതുപോലെ 3-4 സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ പീൽ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഉള്ളിലെ ഫ്ലഷ് നമുക്ക് ഇതുപോലെ സ്പൂണും കൊണ്ട് പീൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ജെല്ല് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ജെല്ല് എടുത്തതിന് ശേഷം അതിൻ്റെ തൊലി കളയരുത്. ആ തൊലിയിൽ ഒരുപാട് ജെല്ല് വീണ്ടും ഉണ്ടാവും. അപ്പോൾ ആ ജെല്ലൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലും മുഖത്തും ഒക്കെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. കുറച്ച് ഇതുപോലെ അത് തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്ത് പൊക്കോളും. അതിനുശേഷം മുഖത്ത് തേച്ചതിന് മാത്രം നമുക്ക് ഒരു വലിച്ചിൽ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയാം. കയ്യിലൊക്കെ തേച്ചത് കഴുകിക്കളയേണ്ട ആവശ്യം പോലും ഇല്ല. അതങ്ങ് ശരിക്കും അത് അബ്സോർബ് ചെയ്ത് പൊക്കോളും. ഇപ്പം നമ്മൾ പീൽ ചെയ്തെടുത്ത ജെല്ല് ഇതുപോലെ ഒരു 3-4 പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറുപയറാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ചെറുപയർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനായിട്ട് ഇടണം. ഒരു 1 ഇഞ്ച് പൊക്കത്തിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ കുതിർത്തെടുത്ത ചെറുപയറും ഉലുവയും ആണ് ഇത്. ഇത് ഞാൻ ഇന്നലെ വൈകുന്നേരം കുതിരാനായിട്ട് ഇട്ടതാണ്. ഇന്ന് വൈകുന്നേരമാണ് ഞാൻ ഇതിനി ഷാംപൂ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ തലേദിവസം വെള്ളത്തിലിടാൻ മറന്നു പോയാൽ മാത്രം നമുക്ക് നമ്മളുണ്ടാക്കുന്ന അന്ന് രാവിലെ ഇത് വെള്ളത്തിലിടാവുന്നതാണ്. തലേദിവസം തന്നെ വെള്ളത്തിലിടുവാണെങ്കിൽ ഇത് നന്നായിട്ട് കുതിർന്ന് നമുക്ക് അരച്ചൊക്കെ എടുക്കാനായിട്ട് നല്ല എളുപ്പമുണ്ടാവും. ഇപ്പോൾ ഇവിടെ മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ അലോവേറ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുതിർത്തെടുത്ത ചെറുപയറും ഉലുവയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുതിരാനിട്ട സമയത്ത് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിലിട്ടത്. അതുകൊണ്ട് ഇപ്പം ഞാൻ ആ വെള്ളം കളഞ്ഞിട്ടില്ല. കാരണം ഇതിലേക്ക് ആ ഉലുവയുടെയൊക്കെ ഗുണങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏതാണ്ട് ഒരു നെകയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഷാംപൂവിന് ഒരു കണ്ടീഷണറിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തേൻ ചേർക്കുന്നത്. അപ്പോൾ മുടി നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചെറുപയറും ഉലുവയൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടാവണം. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് ഒന്ന് അരിച്ചെടുക്കാം.
ഇനി ഇത് ഇടയ്ക്ക് കുറച്ച് നമ്മുടെ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നന്നായിട്ട് നമുക്കിത് അരിച്ചെടുക്കാൻ പറ്റും. കാരണം ചെറുപയറും ഉലുവയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കൊഴുപ്പുണ്ടാവും ഇതിന്. അപ്പോൾ അരിച്ചെടുക്കാനായിട്ട് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടാവും. വീണ്ടും ഇടയ്ക്ക് കുറച്ച് ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഷാംപൂ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കാം. ഈ ഷാംപൂ നമുക്ക് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഓയിൽ മസാജ് ഒക്കെ ചെയ്തതിന് ശേഷം എണ്ണ കഴുകിക്കളയാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആഴ്ചയിൽ ഇത് 2 പ്രാവശ്യം ഉപയോഗിക്കുമ്പം നമ്മുടെ ഹെയർ ഫോൾ കുറയാനായിട്ടും ഇത് സഹായിക്കും. പിന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിൽ ഓയിൽ മസാജ് ഒക്കെ ചെയ്തതിന് ശേഷം ഒന്നുകിൽ മുടി നനയ്ക്കാതെ തന്നെ ഡയറക്റ്റ് ഈ ഒരു ഷാംപൂ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ മുടി നനച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മുടിയിൽ ഇത് പരട്ടി കൊടുത്തതിന് ശേഷം ഒരു നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. മുടിയുടെ എല്ലാ ഭാഗത്തും ഈ ഷാംപൂ വന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരം ഇത് നമ്മൾ കഴുകിക്കളയാതെ 10 മിനിറ്റ് നേരം നമ്മുടെ തലയിൽ തന്നെ വെക്കണം. അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിക്കളയാം. പിന്നെ നമുക്ക് എന്തെങ്കിലും തിരക്ക് പിടിച്ച് എന്തെങ്കിലും കാര്യം പെട്ടെന്ന് എമർജൻസി ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ പോകണം. അപ്പം നമുക്ക് ഈ 10 മിനിറ്റ് ഒന്നും നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം മിനിമം ഒരു 5 മിനിറ്റ് എങ്കിലും നിന്നിട്ട് നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. ഈ ഒരു ഷാംപൂ നമ്മൾ മുടിയിൽ ഒരു 10 മിനിറ്റ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് 2 ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. ഒന്ന്, മുടിയിൽ നിന്ന് നന്നായിട്ട് എണ്ണയൊക്കെ കഴുകിക്കളയാൻ പറ്റും. 2, ഇതൊരു പാക്കിന്റെ ഗുണം കൂടെ നമുക്ക് കിട്ടുകയാണ്. കാരണം നമ്മൾ ഇതിനകത്ത് ഉലുവ, ചെറുപയർ, അലോവേറ, ഹണി ഇതൊക്കെ ചേർത്തിട്ടല്ലേ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഗുണം നമുക്ക് ഈ ഒരു 10 മിനിറ്റ് ഇത് വെക്കുമ്പോൾ നമുക്ക് കിട്ടുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ മുടിയുടെ ഹെയർ ഫോൾ ഒക്കെ നന്നായിട്ട് കുറയുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒറ്റ പ്രാവശ്യം കൊണ്ട് ഇതിന്റെ റിസൾട്ട് ഒന്നും കിട്ടത്തില്ല. ഒരു 3-4 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ ഹെയർ ഫോൾ ഒക്കെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ഷാംപൂ ഉപയോഗിച്ചതിന് ശേഷം അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഒന്ന് അറിയിക്കണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പൊ തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യണം. എന്നിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. എന്നിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.